രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടിയിരിക്കുകയാണ്. രാഹുലിൽ നിന്ന് നേരിട്ട് മോശം അനുഭവങ്ങളോ പീഡനമോ അനുഭവിച്ച ആരും മൊഴി നൽകാൻ മുന്നോട്ടു വരാത്തതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തടസ്സപ്പെടാൻ കാരണം. ഇതോടെ യുവനടിയെ പരാതിക്കാരിയാക്കി കേസെടുക്കേണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ നടിക്ക് താൽപ്പര്യം ഇല്ലാത്തതിനാൽ നിർബന്ധപൂർവ്വം കേസെടുത്താൽ കോടതിയിൽ അത് തിരിച്ചടിയാകുമെന്ന് അന്വേഷണ സംഘത്തിന് ഉറച്ച ബോധ്യമുണ്ട്. പരാതിയുമായി പോലീസിനെ സമീപിച്ച 5 പേരും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട് ദുരനുഭവങ്ങൾ ഉണ്ടായവരല്ല. ഉയർന്നുവന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ളതാണ് 5 പരാതികളും. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ ക്ലിപ്പിൽ ഉൾപ്പെട്ട യുവതിയുമായി ഒത്തുതീർപ്പിലെത്തിയ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനത്തിന് എത്തിയത് എന്ന ചില വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഓഡിയോ ക്ലിപ്പിൽ ഉൾപ്പെട്ട യുവതിയും പരാതി നൽകാനോ മൊഴി നൽകാനോ തയ്യാറായിട്ടില്ല. പരാതിയുമായി യുവതി ഇനി മുൻപോട്ട് വരില്ല എന്ന തോന്നലും ക്രൈംബ്രാഞ്ചിന് മുൻപിലുണ്ട്. ഇതോടെ പീഡന പരാതികളിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച്. പോലീസ് മേധാവിക്ക് ലഭിച്ച വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ഇതുവരെയും നേരിട്ടുള്ള പരാതികൾ ഒന്നും ലഭിച്ചിട്ടില്ല. പരാതിയില്ലെങ്കിലും ഔദ്യോഗികമായി നേരിട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ആരോപണം ഉന്നയിച്ച ഇരകളെ അങ്ങോട്ട് സമീപിച്ച് അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയത്. രാഹുലിനെതിരെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും പ്രാഥമിക മൊഴിയെടുപ്പും നടത്തിയിരുന്നു. രാഹുൽ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്ന് യുവനടി മൊഴി നൽകുകയും ചെയ്തിരുന്നു. പിന്നാലെ നടന്ന് ശല്യം ചെയ്തതിന്റെ തെളിവായി രാഹുലിൽ നിന്ന് ലഭിച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ളവ അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തെളിവുകൾ കേസിന് അത്ര ബലം നൽകില്ല എന്ന കാഴ്ചപ്പാടിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് തന്നെ യുവനടിയെ പരാതിക്കാരിയാക്കി കേസുമായി മുൻപോട്ടു പോയാൽ കോടതിയിൽ തിരിച്ചടിയുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകളുടെ അനുഭവവും ക്രൈംബ്രാഞ്ചിനെ പിന്നോട്ട് വലിയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. യുവനടിയെ സാക്ഷിയാക്കി കേസുമായി മുന്നോട്ടു പോകാനാവുമോ എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. അതും ഫലം കാണുമോ എന്ന് കണ്ടറിയണം. കൂടുതൽ വാർത്താ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.